കിട്ടാത്ത അവസ്ഥ വരുന്നുള്ളൂ. അപ്പോൾ അതിനൊരു ചെറിയ ലിറ്റിൽ റിസ്ക്. അതർവൈസ് ഇവർക്ക് നോ റിസ്ക് ആണ്. ഇനി അടുത്ത പോയിന്റ് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. ബിസിനസ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ലൈക്ക് നമുക്ക് ബിസിനസ് എഴുതി കൊടുത്തിട്ട് ലൈക്ക് നിങ്ങൾ ഈ പണിയെടുത്തോളൂ എന്ന് പറഞ്ഞാൽ ബിസിനസ് ട്രാൻസ്ഫറബിൾ ആണ്, പോസിബിൾ ആണ്. പക്ഷെ പ്രൊഫഷൻ ചെയ്ത ആ ഒരാൾക്ക് മാത്രമേ ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് നമുക്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല, നോട്ട് പോസിബിൾ ആണ്. അതേപോലെ എംപ്ലോയ്മെന്റും, നമ്മൾ ആ ചെയ്യുന്ന പണി നമുക്ക് വേറൊരാൾക്ക് കൊടുത്ത് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അതാ എംപ്ലോയറുടെ ഇതാണല്ലോ, എംപ്ലോയിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ആകെ ബിസിനസ്സിന് മാത്രമേ നമുക്ക് ആ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. കോഡ് ഓഫ് കണ്ടക്ട്. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ അവിടെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ബിസിനസ്സിന് ഓരോ ബിസിനസ്സും ഓരോ ടൈപ്പാണ്. സോ അവിടെ ഇന്ന രീതിയിലേ പെരുമാറാൻ പാടുള്ളൂ, അങ്ങനെ ഒരു സ്പെസിഫിക് കോഡ് ഓഫ് കണ്ടക്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. പക്ഷേ പ്രൊഫഷന് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്. ആ ഒരു ബോർഡ് പറയുന്ന എന്ത് കോഡ് ഓഫ് കണ്ടക്ട് ആണോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒരു പ്രൊഫഷണൽ കോഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രൊഫഷണൽസിന് ബാധ്യസ്ഥരാണ്. ആൻഡ് എംപ്ലോയ്മെന്റിൽ വരുമ്പോൾ നോംസ് ഓഫ് ബിഹേവിയർ ലേഡ് ഡൗൺ ബൈ ദ എംപ്ലോയർ ആർ ടു ബി ഫോളോഡ്. എംപ്ലോയർ എന്ത് പറയുന്നു അതിനനുസരിച്ചിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം എംപ്ലോയി ആ ഓർഗനൈസേഷനിൽ നടത്തേണ്ടത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് ബിസിനസ്സിന് ഷോപ്പ്, ഫാക്ടറി, അങ്ങനത്തെ എക്സാമ്പിൾസ്. ഇനി പ്രൊഫഷൻ ആകുമ്പോൾ ലീഗൽ, മെഡിക്കൽ പ്രൊഫഷൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അവരൊക്കെയാണ് പ്രൊഫഷൻസിൽ വരുന്നത്. ഇനി എംപ്ലോയീസ്, ജോബ്സ് ഇൻ ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, എവിടെ വരുന്ന ജോലികൾ എന്തിൽ വരും? എംപ്ലോയ്മെന്റിൽ വരും. സോ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നമുക്ക് വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് കാണാം.